ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു കൂന്തൽ റോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂന്തളൊക്കെ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1 കിലോ കൂന്തളാണ് നമ്മൾ വൃത്തിയാക്കി വെച്ചേർക്കുന്നത്. അതിലേക്ക് വേണ്ട സബോള 2 എണ്ണം, തക്കാളി 2 എണ്ണം, പിന്നെ പച്ചമുളക് ഒരു 4 എണ്ണം പൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്പൂണിൽ ഇത്തിരി 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂണ് മറ്റേ മീറ്റ് മസാല, 1.5 സ്പൂണ് മുളക് പൊടി, 3 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 സ്പൂണ്, കറിവേപ്പില, ഈ ഇതൊരു ബൗളിൽ നാളികേരം നമ്മൾ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലിതൊരു ഇത്തിരി വെള്ളം തന്നെ ഒഴിച്ചിട്ടുള്ളൂ. ആ പാല് നമ്മളതിലേക്ക് ചേർക്കും. നമ്മളിപ്പോൾ ഇതിൽ 1 സ്പൂൺ ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം ഇതൊക്കെ വഴറ്റി അതിൽ കൂടെ ചേർക്കണം. അപ്പോൾ ഇനി അത് തുടങ്ങിയാലോ. മഞ്ഞപ്പൊടി, ഉപ്പും കൂടി ഒത്തിരി വെള്ളം ഒഴിക്കുക. ഇപ്പോൾ നമ്മൾ കൂന്തളും ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം കൂടി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് ഇപ്പോൾ സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേവിക്കാനായിട്ട് വെച്ചേക്കാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെന്തോന്ന് നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഈ കൂന്തളടുപ്പത്ത് വെച്ചുള്ളത് ഒരു 10 മിനിറ്റ് സമയം എടുക്കും വേവാൻ. അപ്പോൾ നമ്മൾ ഒരുപാട് തീയിലൊന്നല്ല വെച്ചെടുക്കണം, സിമ്മിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ അത് വേവണതിന് മുന്നേ നമുക്ക് തക്കാളി സവാളയൊക്കെ വഴറ്റിയെടുക്കാം. എനിക്ക് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത്തിരി എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി. പിന്നെ സവാള അരിഞ്ഞ് വെച്ച് നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോവാം. സവാള ഒന്ന് വേഗം വഴന്ന് വരാൻ ഇത്തിരി ഉപ്പ് ഇടാം. കുറച്ച് ഉപ്പ് ഞാനതിൽ കൂന്തൽ വേവിക്കാൻ വെച്ചാൽ ഇട്ടിട്ടുണ്ട്. സവാളയ്ക്ക് വേണ്ട ഇത്തിരി ഉപ്പ്. ഇനിയൊക്കെ നന്നായി വഴന്ന് വരട്ടെ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ പാലെടുക്കുമ്പോൾ ഒരു ചെറിയൊരു സ്പൂണിൽ ഒരു 1/2 സ്പൂണ് പെരിഞ്ജീരകം കൂടി ആ പാലിൽ കൂട്ടി അരച്ച് നമ്മൾ പാലെടുക്കുമ്പോൾ അതിൽ കൂടെ ഇട്ടിട്ടുണ്ട്. തേങ്ങ മിക്സിയിലിട്ട് അരക്കുന്നതിൻ്റെ കൂടെ തന്നെ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. തക്കാളി എനിക്ക് ചേർക്കാൻ പോകും. സവാളയൊക്കെ ഒരുവിധം വഴഞ്ഞു. തക്കാളിയും പച്ചമുളകും തക്കാളിയും സവാളയൊക്കെ വഴഞ്ഞു ശരിക്ക് ഈ പൊടികളെല്ലാം ചേർക്കണം. വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതിൽ ചേർക്കണം.
പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, മസാലയല്ല, മീറ്റ് മസാല, ചിക്കൻ മസാലയാണ്. ഇതെല്ലാം നന്നായി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കൂന്തൽ 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ആയിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് ശരി. അപ്പോൾ വെള്ളമൊക്കെ ഇത്തിരി കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു. അത് ഊറ്റി എടുത്തു. ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് എല്ലാവരും മിക്സാണ്. അപ്പോൾ ഇത് എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്തിരി നാളികേരപ്പാൽ ഉള്ളത് ഒഴിക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നാളികേരപ്പാൽ ഇതൊന്ന് ചേർക്കുക. പാലൊഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കണ്ട. തള വരുമ്പോൾ നമുക്ക് അടച്ച് വയ്ക്കാം. തള വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഈ കൂന്തൽ കറി വയ്ക്കണം. എല്ലാവരും വെച്ച് നോക്കുക. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫാക്കാൻ പോവുക. ഈ കറിയുടെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ് മലയാളി.